സംസ്ഥാനത്തെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തിയ കവളപ്പാറ ദുരന്തത്തിന് ഇന്ന് 6 ആണ്ട്. ഇരുൾ മൂടി തുടങ്ങിയപ്പോൾ മേഘവിസ്ഫോടനത്തെ തുടർന്ന് പധാർ എന്ന ഗ്രാമത്തിൽ ഉരുൾപൊട്ടലുണ്ടായതിന് തൊട്ടു പിന്നാലെയാണ് മുത്തപ്പൻകുന്നിന്റെ ഒരു ഭാഗം അടർന്നു നീങ്ങി മറ്റൊരു ഗ്രാമത്തെ വിഴുങ്ങിയത്. നൂറുകണക്കിന് കുടുംബങ്ങളുടെ ജീവിത മാർഗവും 59 ജീവനുകളും നഷ്ടപ്പെട്ടു ആ കറുത്ത രാത്രിയിൽ. ദുരന്തം സമ്മാനിച്ച നീറുന്ന ഓർമ്മകൾ പേറി മലയോര ഗ്രാമം. പുനരധിവാസം ഇനിയും പൂർണ്ണമായിട്ടില്ല. 2019 ആഗസ്റ്റ് 8-നാണ് കേരളക്കരയെ നടുക്കിയ കവളപ്പാറ മുത്തപ്പൻകുന്ന് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായത്. ദിവസങ്ങളോളം തിമിർത്താടിയ പേമാരിയെ തുടർന്ന് മുത്തപ്പൻകുന്നിന്റെ ഒരു ഭാഗം അടർന്നിറങ്ങി ഒരു ഗ്രാമത്തെ ഒന്നാകെ മണ്ണാഴങ്ങളിലേക്ക് തള്ളിയിട്ടു. കവളപ്പാറ ഊരുനിവാസികളടക്കം 59 ജീവനുകളാണ് അന്ന് ദുരന്തം കവർന്നെടുത്തത്. 20 ദിവസത്തിലേറെ നീണ്ട രക്ഷാദൌത്യങ്ങൾക്കൊടുവിൽ മണ്ണിൽ പൊതിഞ്ഞ 48 മൃതദേഹങ്ങൾ വീണ്ടെടുക്കാനായി. 11 പേര് ഇന്നും മുത്തപ്പൻകുന്നിന്റെ താഴ്വാരത്ത് അന്ത്യനിദ്ര കൊള്ളുന്നു. പെറ്റുവളർന്ന മണ്ണില് ഒരു മനുഷ്യായുസ് ഉണ്ടാക്കിയതെല്ലാം അവരോടൊപ്പം മണ്ണടിഞ്ഞു. ഒന്നും ആർത്തു വിളിക്കാൻ പോലും ദയ കാണിക്കാതെ മുത്തപ്പൻകുന്ന് തന്റെ മക്കളെ നിത്യതയിലേക്ക് നയിച്ചു. 40-ൽ പരം വീടുകളാണ് മനുഷ്യജീവനുകൾക്കൊപ്പം മണ്ണിനടിയിലായത്. ദുരന്തം നടന്ന കവളപ്പാറയിലെ 133 കുടുംബങ്ങൾക്ക് സർക്കാർ 2 ഘട്ടങ്ങളിലായി പുനരധിവാസമൊരുക്കി. പ്രാക്തന ഗോത്രവിഭാഗങ്ങൾ ഉപ്പടമലശ്ശിയിലും ആനക്കല്ലിലുമാണ് പുനരധിവാസമൊരുക്കിയത്. സർക്കാർ നൽകിയ പണമുപയോഗിച്ച് ചിലര് സ്വന്തം നിലയ്ക്ക് എടക്കര, പൂത്തുങ്കല്ല് തുടങ്ങിയ പഞ്ചായത്തുകളിൽ ചേക്കേറി. ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർക്കായി ഞെട്ടിക്കുളം ടൗണിന് സമീപം ഭൂമി വാങ്ങി 23 വീടുകൾ സർക്കാർ നിർമ്മിച്ചു നൽകി. ഇതിനു പുറമെ പോത്തുങ്കല്ല് ഭൂദാനത്ത് 33 വീടുകളും സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിച്ചു നൽകി. ദുരന്ത സാധ്യത നിലനിൽക്കുന്നുണ്ടെന്ന് ജിയോളജി വിഭാഗം കണ്ടെത്തിയ ഭാഗങ്ങളിലെ മുഴുവൻ കുടുംബങ്ങളെയും അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കുകയും അവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം നൽകുകയും ചെയ്തു. എന്നാൽ കവളപ്പാറ ദുരിത പ്രദേശത്തിന്റെ പരിസരങ്ങളിൽ അധിവസിക്കുന്ന 72 കുടുംബങ്ങൾ ഇപ്പോഴും ഭീതിയുടെ നിഴലിലാണ്. കവളപ്പാറ താഴെ ഊരിലെ 25 കുടുംബങ്ങളും മുത്തപ്പൻകുന്നിന്റെ താഴ്വാരത്ത് അധിവസിക്കുന്ന ജനറൽ വിഭാഗത്തിലെ 30 കുടുംബങ്ങളും കവളപ്പാറ തോടിന് ഇരുവശങ്ങളുമായി താമസിക്കുന്ന 17 കുടുംബങ്ങളുമാണ് ഭീതിയിൽ കഴിയുന്നത്. പുനരധിവാസം ആവശ്യപ്പെട്ട് ഇവര് ഹൈക്കോടതിയിൽ കേസ് നൽകിയെങ്കിലും തീരുമാനമായില്ല. കനത്ത മഴ പെയ്താൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഓടേണ്ട ഗതികേടിലാണ് ഇവരിന്നും. ഉരുൾപൊട്ടലില് മുത്തപ്പൻകുന്നിലെ 40-ലധികം കർഷകർക്കാണ് ഭൂമി നഷ്ടപ്പെട്ടത്. കർഷകരുടെ പരാതികളെ തുടർന്ന് ഈ ഭൂമി വീണ്ടും കൃഷിയോഗ്യമാക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നടപടികൾ സ്വീകരിച്ചു വരുന്നു. ശ്മശാനത്തിന്റെ പ്രതീതി ഉളവാക്കുന്ന അവസ്ഥയിലാണ് ദുരന്തഭൂമി ഇന്നുള്ളത്. പ്രളയ ദുരന്തത്തില് കവളപ്പാറയ്ക്ക് പുറമെ പാതാറയിലും ഉരുൾപൊട്ടലുണ്ടായിരുന്നു. ഉരുൾപൊട്ടൽ വനത്തിലായതിനാലും പകൽ വെളിച്ചത്തിനായതിനാൽ ആളപായം ഉണ്ടായില്ല. ഇഴുവാത്തോടിന്റെ കരകളിലുണ്ടായിരുന്ന നിരവധി വീടുകൾ പ്രളയപ്പാച്ചിൽ തകർന്നു. പാതാറ് ടൗണ് പൂർണ്ണമായും തകർന്നടിഞ്ഞു. മുണ്ടേരിയിലെ ആദിവാസികളുടെ ഏക ആശ്രയമായിരുന്ന ഇരുട്ടുകുത്തിയിലെ നടപ്പാലം, ചാലിയാർപ്പുഴയിലെ കൈപ്പിനിപ്പാലം എന്നിവയെല്ലാം പ്രളയത്തിൽ തകർന്നടിഞ്ഞിരുന്നു. 5 വർഷത്തിനു ശേഷമാണ് ഇരുട്ടുകുത്തിയിൽ പാലം നിർമ്മാണത്തിന് തുടക്കമിട്ടത്. 2019-ലെ പ്രളയവും ഉരുൾപൊട്ടൽ ദുരന്തവും മലയോര മേഖലയെ പാടെ തളർത്തിക്കളഞ്ഞു. 6 വർഷം പിന്നിടുമ്പോൾ ഇരകളായവർ ഇന്നും അതിജീവന പാതയിലാണ്. ഷിക്കേന ന്യൂസ്, മലപ്പുറം.